പ്രിയപ്പെട്ട ഗുഡ്നസ് പ്രേക്ഷകരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം ഇടുക്കി ജില്ലയിലെ പടമുഖം എന്ന സ്ഥലത്തുള്ള സ്നേഹമന്ദിരത്തിലാണ്. ഇവിടെ ഏതാണ്ട് 300-ലേറെ അന്തേവാസികളെ രാജു എന്ന് പറയുന്ന ഒരു ദൈവദാസൻ്റെ കരങ്ങൾ വഴി സംരക്ഷിക്കപ്പെടുന്നു. അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയുവാനും അദ്ദേഹത്തെ തന്നെ കണ്ട് കേട്ടറിയുവാനും ഈ എപ്പിസോഡ് നമുക്ക് ഒന്നിച്ചുകൂടാം. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സഹോദരൻ ഇങ്ങനൊരു സംഗതി ചെയ്യുന്നതിന് മുൻപ് ഒരു സാധാരണ അൽമേനായിരുന്നല്ലോ, ഒരു കച്ചവടക്കാരനായിരുന്നു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതെ. അപ്പോൾ അങ്ങനെയായിരുന്നു ആള് ഇത്തരത്തിലേക്ക് എത്താനുണ്ടായ സംഭവങ്ങൾ, പ്രേരകമായ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ ഞങ്ങളോട്? എൻ്റെ പേര് രാജു. ഞാൻ എൻ്റെ കുടുംബത്തിൽ 9 മക്കളിൽ 7-മനാണ് ഞാൻ. 7-മനായ എനിക്ക് എൻ്റെ ചെറുപ്പകാലം ഞാൻ കോട്ടയം ജില്ലയിൽ നീണ്ടൂര് ജനിച്ചുവെങ്കിലും വളർന്ന് പഠിക്കുകയൊക്കെ ചെയ്യാനായിട്ട് അവസരം കിട്ടിയത് മലബാറിൽ കണ്ണൂർ ജില്ലയിലുള്ള കോളയാട് എന്ന സ്ഥലത്താണ്. അവിടെ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചാച്ചനെ സംബന്ധിച്ച് വളരെ ദാരിദ്ര്യമുള്ള ഒരു കുടുംബമായിരുന്നു. കാരണം 9 മക്കളെ പോറ്റുവാനുള്ള ബുദ്ധിമുട്ട് മൂലമാണ് നാട്ടിലുള്ള സ്ഥലം വിറ്റ് കിട്ടിയ പൈസയുമായി മലബാറിൽ പോയത്. അവിടെ താമസിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ വിഷമം ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. ആ സമയത്ത് ചാച്ചന് ഞാൻ പഠിക്കുന്ന സ്കൂളിലേക്ക് 5.5-6 കിലോമീറ്ററോളം ദൂരം വരും. അത്രയും നടന്നു പോയാൽ 10 പൈസ മതി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിക്കൂലിക്ക്. പക്ഷെ അതുപോലും തന്നു വിടാൻ അന്നെൻ്റെ ചാച്ചന് കഴിഞ്ഞില്ല. അങ്ങനെ ആ ചെറിയ പ്രായത്തിൽ 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഞാൻ ഈ 10 പൈസ ഇല്ലാത്തതുകൊണ്ട് 12 കിലോമീറ്ററോളം നടന്ന് സ്കൂളിൽ പഠിച്ച ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ വീണ്ടും മലബാറിൽ നിന്ന് സ്ഥലം വിറ്റ് ഞാൻ ഇങ്ങോട്ട് പടമുഖത്തേക്ക് വരുന്നത്. പടമുഖത്ത് ഞാൻ വരുന്നതിന് മുമ്പായി തന്നെ പടമുഖത്താണ് എൻ്റെ ഭാര്യ ഷൈനിയുടെ വീട്. ഇവിടെ വന്ന് ജീവിക്കാൻ വേണ്ടി ഞാനൊരു കുഞ്ഞ് പലചരക്കട നാട്ടിൽ നിന്നുള്ള എൻ്റെ വീതവുമായിട്ട് വന്നപ്പം എനിക്കൊരു ചെറിയ പലചരക്കട തുടങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പുറയിൽ തന്നെയാണ് ഞാൻ 3 കുഞ്ഞുങ്ങളുമായി താമസിച്ചു പോയിരുന്നത്. പിന്നീട് എങ്ങനെ ഈ രീതിയിലെത്തി? പിന്നീട് അതിന് ശേഷം അങ്ങനെ കച്ചവടം നടത്തി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ജീവിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ധ്യാനം കൂടാൻ പോകുന്നത്. കുളത്തുവയലിലെ, അതുപോലെ ഞാൻ കോഴിക്കോട്, അതുപോലെ കോട്ട, ഡിവൈനിലൊക്കെ ധ്യാനം കൂടാൻ പോകും. ഈ ധ്യാനം കൂടിയിട്ടൊക്കെ വരുമ്പോഴും എൻ്റെ മനസ്സിൽ ദൈവം തോന്നിച്ച ഒരു കാര്യം ഇതാണ്: എങ്ങനെയെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഞാൻ വിവാഹിതനായതുകൊണ്ട് എനിക്കൊരു വൈദികനാകാൻ സാധിക്കുകയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ മൂത്ത മകൻ നിബിൻ, അന്ന് 8 വയസ്സേ ഉള്ളൂ, അവൻ പറയുന്നത്, പപ്പ പാവങ്ങളെ സംരക്ഷിക്കാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ മലയാറ്റൂർ മലയിൽ പോയി മല ഇറങ്ങുമ്പോൾ ഒരു ഭിക്ഷാടകനെ കണ്ടപ്പോൾ ദൈവം തോന്നിച്ച ഒരു തോന്നലാണ്, എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും വസിക്കുന്നത് ദൈവത്തിൻ്റെ ജീവനാണെന്ന്. അങ്ങനെ ആ പാവപ്പെട്ട
ആ ഭിക്ഷാടകൻ്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും വസിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ ജീവനാണെന്നുള്ള തോന്നലിലാണ് സ്നേഹമന്ദിരത്തെക്കുറിച്ച് മോൻ പറയുകയും ചെയ്തപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ കുറേ കാലം ഞാൻ ഓടി നടന്നു, ഒരുപാട് പേരുടെ ഉപദേശങ്ങൾ തേടി, ആത്മീയ പാലകരോടൊക്കെ ഞാൻ എൻ്റെ ആഗ്രഹം പ്രകടമാക്കിയപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: രാജുവിന് 3 കുഞ്ഞുങ്ങളല്ലേ, പൈസ വല്ലതും കയ്യിലുണ്ടോ? അപ്പോൾ ഈ പറഞ്ഞ 3 സെൻറ്റ് സ്ഥലവും കൊച്ചു പീഡിക മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അനാഥാലയം തുടങ്ങുന്നത്? അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ വഴിയാധാരമാകാതെ രാജു പോയിരുന്ന് പ്രാർത്ഥിച്ച് കച്ചവടം ചെയ്ത് ജീവിക്കാൻ പറഞ്ഞ് വിടുക ചെയ്തത്. പക്ഷേ എൻ്റെ മനസ്സിൽ ദൈവം തോന്നിച്ച ആഗ്രഹം ഒരിക്കലും നിലയ്ക്കാതെ മുന്നോട്ട് വന്ന് അങ്ങനെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് 3 പേരും അവിടുന്ന് ഉപേക്ഷിക്കപ്പെട്ട 3 പേരെ ഇവിടെ കൊണ്ടുവന്ന്, പിന്നെ റോട്ടിൽ നിന്ന് കിട്ടിയവരുമൊക്കെ ആയിട്ട് ഞാൻ 3 പേരെയും 7 കിലോ അരിയുമായിട്ടാണ് സ്നേഹമന്ദിരത്തിന് തുടക്കം കുറിച്ചത്. ജീവിത പങ്കാളി അങ്ങനെ ഇതിനോട് സഹകരിച്ചെന്ന് പറയാമോ? ജീവിത പങ്കാളി ആദ്യം വളരെ ദുഃഖമായിരുന്നു. കാരണം ഈ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഷൈനിയെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഷൈനി കളിച്ച് വളർന്ന സ്ഥലത്താണ് ഞങ്ങൾ കച്ചവടം ഇട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് കച്ചവടത്തിൽ ഫ്രണ്ടിൽ വന്നിരിക്കാനൊക്കെ ഒരു നാണക്കേടാണ്. രണ്ടാമത് അവളുടെ ഒരു കൂട്ടുകാരി വന്ന് പറഞ്ഞു, എൻ്റെ ഷൈനി, നീ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ളവർക്ക് പ്രാർത്ഥിച്ച് ഭ്രാന്ത് പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ വീഴ്ച അങ്ങേര് പോയെന്ന് വരും, അതുകൊണ്ട് നീ അങ്ങേരെ ഒന്ന് പിടിച്ചു നിർത്തണം എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കൽ എനിക്ക് സ്ഥലം മേടിക്കാനോ ഒന്നും നിവൃത്തിയില്ലല്ലോ. അങ്ങനെ പാടുപെട്ട അവസരത്തിലാണ് എൻ്റെ സഹോദരി ഇറ്റലിക്ക് പോകാൻ വിസ തടസ്സം ഉണ്ടാകുകയും അവളെയും കൊണ്ട് ഞാൻ ഡൽഹി പോകാൻ ഇടവന്നു. ആ സമയത്ത് എൻ്റെ ഭാര്യ വന്ന് എൻ്റെ ഷർട്ടിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് തോന്നിയാലും വേണ്ടിയല്ല, ഞാൻ നിങ്ങളെ വിടിയല്ലെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തുകയൊക്കെ ചെയ്തു. കാരണം അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ വിചാരിച്ച് ഈ കുഞ്ഞുങ്ങളെ വീഴ്ച ഇങ്ങേർക്ക് തലയ്ക്ക് സുഖമില്ലാതെ പോകുമെന്നാണ് അന്ന് ഷൈനിക്ക് തോന്നിയത്. എന്തായാലും പിന്നീടുള്ള കാലത്ത് എന്നെ കഴിഞ്ഞും ഭംഗിയായിട്ടാണ് ഷൈനി എല്ലാ കാര്യങ്ങളും നടത്താൻ തുടങ്ങിയത്. ഞാൻ വിട്ടുപോയ ഒരു കാര്യം ഇതിനു മുമ്പ് പറയട്ടെ. എൻ്റെ ചാച്ചനും അമ്മയും അവരുടെ ഒരു പ്രത്യേകത, ചാച്ചൻ ഒരു നിഷ്കളങ്കനാണ്. അമ്മയെ സംബന്ധിച്ച് പറഞ്ഞാൽ അമ്മ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അമ്മയുടെ മുട്ടയിൽ ശരിക്കും പറഞ്ഞാൽ തഴമ്പ് ഇത്ര കട്ടിക്കുണ്ട്. അത്രയും സമയം രാത്രിയിലൊക്കെ അമ്മയൊരു 2-3 മണിക്കൂറേ കിടക്കുള്ളൂ. അല്ലാത്ത സമയം മുഴുവൻ എപ്പം കണ്ണു തുറന്ന് നോക്കുമ്പോഴും അമ്മ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് കാണാറുള്ളത്. എനിക്ക് തീർച്ചയായിട്ടും അറിയാം, എൻ്റെ അമ്മയുടെ ഒരു പ്രാർത്ഥനയാണ് എന്നെ ഈ സ്നേഹമന്ദിരം എന്ന ഈ പദ്ധതിക്ക് ദൈവം രൂപം കൊടുത്തത്. അമ്മയുടെ പ്രാർത്ഥനയും പരിത്യാഗവും ഉപവാസവും ഒക്കെയാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അന്ന് 3 സെൻറ്റ് സ്ഥലത്ത് താമസിച്ച് നമുക്ക് ഇത്രമാത്രം അസറ്റും ഇനി ഇത്രയും ആളുകളുമൊക്കെ വന്നു ചേർന്നു. ഇതൊന്നും ഗ്രാജുവലായിട്ട് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ സഹോദരി തന്ന 10 സെൻറ്റ് സ്ഥലം, അവൾ ഇറ്റലിക്ക് പോകാൻ വിസ തടസ്സം മാറിപ്പോയപ്പോൾ അവൾ 10 സെൻറ്റ് സ്ഥലം മേടിക്കാനുള്ള ആദ്യം കിട്ടിയ 2 മാസത്തെ ശമ്പളം തന്നു. അതുകൊണ്ടാണ് ഞാൻ സ്നേഹമന്ദിരത്തിന് തുടക്കം കുറിക്കുന്നത്. ആ സമയത്ത് 22 പേരായിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരിക്കൽ ദാരിദ്ര്യം ഉണ്ടാകുന്നത്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് കഞ്ഞി വെക്കാനായിട്ട് അരിയുണ്ട്, പക്ഷേ വൈകുന്നേരത്തേനില്ല. ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു. അത് കഴിഞ്ഞ് ഇവരെ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ ഈ പാവപ്പെട്ട മനുഷ്യരുമായി 22 പേരുമായി ഇരുന്ന് പ്രാർത്ഥന തുടങ്ങി. 2 മണിക്ക് പ്രാർത്ഥന തുടങ്ങി, 3 4 4:30 5 മണി ആയപ്പോഴത്തേന് ഞാൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. എൻ്റെ കൂടെയുള്ള ഒരു ബുദ്ധിമാന്യമുള്ള 2-3 പേര് എൻ്റെ കയ്യത്ത് വന്ന് പിടിച്ചിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം ഇവരെ കാണുമ്പം എനിക്ക് വീണ്ടും സങ്കടമാണ്, മറ്റൊന്നും ഉണ്ടായിട്ടല്ല. ഇവരെ നാളെ ഞാൻ റോട്ടിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വന്നവരാ. ഇവരെ വീണ്ടും തിരിച്ച് റോഡിലേക്ക് ഇറക്കി ഇടേണ്ടി വരുമല്ലോ.
അരി മേടിക്കാനും മറ്റിനും പൈസ വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് റോട്ടിൽ ഒരു ടെമ്പോ വാൻ വന്ന് നിർത്തി ഓണടിക്കുന്നു. ഞാൻ കേട്ടില്ല. പക്ഷെ പുറത്തു നിന്ന് ആരോ എന്നോട് പറഞ്ഞു, നമ്മളെ ആണെന്ന് തോന്നുന്നു, അങ്ങോട്ട് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റോഡിലേക്ക് ചെല്ലുകയും അവിടെ ചെന്നപ്പോൾ ഒരു ചാക്കിനകത്ത്, ഒരു പ്ലാസ്റ്റിക് ചാക്കിനകത്ത് കുറച്ച് അരി ആ റോഡിലേക്ക് ഇറക്കി വെച്ചിട്ട് ടെമ്പോക്കാർ പറഞ്ഞു, ഞങ്ങൾ പോവുക, ഞങ്ങൾക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്നങ്ങ് പോയി. ഞാൻ ചെന്ന് ഈ അരി എടുത്തു നോക്കുമ്പോൾ ഏകദേശം ഒരു 50 കിലോ കാണുമായിരിക്കും. ഞാൻ തൂക്കിയൊന്നുമില്ല. ആ അരി എൻ്റെ കൂടെ വന്നവരോട് കൂടി ചേർന്ന് അരി സ്നേഹമന്ദിരത്തിൻ്റെ അടുക്കളയിലേക്ക് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇന്നേ വരെ ഈ 95-ൽ സ്നേഹമന്ദിരത്തിന് ആരംഭം കുറിച്ചതാണ്. ഇന്നേ വരെ ഇതുങ്ങൾക്ക് പട്ടിണി കിടക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എന്തിനു പറയുന്നു, കോവിഡ് കാലത്തും അതുപോലെ മറ്റ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്ലഡിൻ്റെ സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴൊക്കെ ദാരിദ്ര്യം ഉണ്ടാകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എല്ലാ തരത്തിലും ദൈവത്തിൻ്റെ പരിപാലന നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭവനമാണ് സ്നേഹമന്ദിരമെന്ന് 100% ഉറച്ച വാക്കിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആൾക്കാർ വന്ന് ആദ്യ കാലഘട്ടത്തിൽ ഒത്തിരി വിമർശനങ്ങളുണ്ടായിരുന്നു. ആൾക്കാർ വിചാരിച്ച് ഇവനെന്നെ ഈ കാണിച്ച് കൂട്ടുന്നത് എന്നൊക്കെ വിചാരിച്ച് മനുഷ്യർ പല വ്യാഖ്യാനങ്ങളുണ്ടായി. എന്നാൽ ഇന്ന് ഈ നാട്ടിൽ ഒരു 95% ആൾക്കാരും സ്നേഹമന്ദിരത്തെക്കുറിച്ച് നല്ലതേ പറയുന്നുള്ളൂ. കാരണം ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങളുടെ ശക്തി അനുഭവിച്ചതാണ് ഈ പ്രദേശത്തുള്ള പല ആൾക്കാരും. ആദ്യ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല. പക്ഷേ എനിക്കിന്ന് ഈ പടമുഖം, മുരിക്കാശ്ശേരി, ഇടുക്കി ജില്ലക്കാർ തരുന്ന അംഗീകാരം നിസ്സാരമൊന്നുമല്ല. ഒന്നോ ഒറ്റയോ അറിവില്ലാതെ ആരെങ്കിലും കുറവുകൾ പറയുന്നതല്ലാതെ എല്ലാവരുടെയും അകമഴിഞ്ഞ ഒരു സപ്പോർട്ട് സ്നേഹമന്ദിരത്തിനുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇവിടെ 3 നേരവും നിരന്തരമായ പ്രാർത്ഥന നടക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു ദൈവാനുഗ്രഹം. ഇപ്പോൾ സ്നേഹമന്ദിരം തുടങ്ങിയിട്ട് ഇപ്പോൾ 30 വർഷമായല്ലോ. ഈ 30 വർഷത്തെ ക്രമാനുക്രമമായ ഗ്രോത്ത്, ഓരോ ലെവലിലും കർത്താവ് പുതിയ പുതിയ മിനിസ്ട്രികൾ വരുത്താനിടയാക്കി. മറ്റു പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയപ്പോഴേ ഇത്രയധികം ആൾക്കാരെ സഹായിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇതെങ്ങനെ ഇതുപോലെ എത്തിച്ചേർന്നതെന്ന് പറയാമോ? എനിക്കൊന്നേ പറയാനുള്ളൂ, ദൈവത്തിൻ്റെ കരുണ മാത്രം. ആദ്യം തുടങ്ങിയത് ആദ്യം സ്നേഹമന്ദിരം തുടങ്ങി, അതിന് ശേഷം പ്രായമായവർ, പിന്നെ സെക്ഷൻ തിരിച്ചു. പിന്നെയാണ് സർക്കാരിൻ്റെ ഒരു നിബന്ധനയുണ്ടായി, ഒരു കോമ്പൗണ്ട് പാടില്ല, സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ, അങ്ങനെ 2 സെക്ഷൻ ഉണ്ടാകണമെന്നും പറഞ്ഞ് ഭയങ്കര നിർബന്ധമുണ്ടായി. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരുപാട് കടന്ന് വിഷമിച്ചു. കാരണം എന്ത് ചെയ്യണം? അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ പേരുടെ നല്ല സപ്പോർട്ട്, നല്ല മനസ്സ് മുന്നോട്ട് വന്ന് അങ്ങനെയാണ് ഇപ്പോൾ പുരുഷന്മാരിരിക്കുന്ന ഈ ലൂർദ് മാതാ ബ്ലോക്കിനുള്ള സ്ഥലം ലഭിക്കുന്നത്. അങ്ങനെ കുറേ സ്വമനസ്സുകൾ കുറേശ്ശെ പൈസ തന്ന്, കുറച്ച് പൈസ കടമെടുത്തൊക്കെയാണ് ഈ സ്ഥലം മേടിക്കാനായിട്ട് ദൈവം ഇടയാക്കിയത്. അതിനുശേഷം പിന്നെ ബാലമന്ദിരം ഉണ്ടായി. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കുഞ്ഞുമോൾ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ വന്നപ്പോൾ ആ സ്ത്രീ 7 മാസം ഗർഭിണിയായിരുന്നു. ആ സ്ത്രീയുടെ ഉള്ളിൽ കുഞ്ഞുണ്ടായി. അതിന് ഞങ്ങൾ ഗോഡ്വിൻ എന്ന് പേരിട്ടു.
അപ്പം ആ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ബാലമന്ദിരത്തിന് വേണ്ടി ആഗ്രഹിച്ച്, അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്നേഹമാത ബാലമന്ദിരം എന്ന് പറഞ്ഞ് ഒരു സ്ഥാപനം തുടങ്ങി. പിന്നെ സെൻറ്റ് ആൻ്റണീസ് ബോയ്സ് ഹോം എന്ന് പറഞ്ഞ് ഒരെണ്ണം തുടങ്ങി. ഇപ്പോൾ പ്രായം ചെന്ന തളർന്ന് കിടക്കുന്നവർക്കൊക്കെ ആയിട്ടൊരു ജൂബിലി മന്ദിരമുണ്ട്, സെൻറ്റ് ജോസഫ് ബ്ലോക്ക്, അങ്ങനെ 3 ബ്ലോക്ക്. ആ കാലഘട്ടത്തിൽ, അതിനൊക്കെ കുറേ കാലങ്ങൾക്ക് മുമ്പാണ് ഇവിടെ സ്നേഹമന്ദിരം കാണാനായിട്ട് വെട്ടുകാട് സ്വദേശി തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരികയും, അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയായിരുന്നു. ഇവിടെ 2-3 ദിവസം താമസിച്ചു. അദ്ദേഹം പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, രാജു ബ്രദറെ, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇത് വേറെ കാര്യത്തിന് ഉപയോഗിക്കരുത്. ഇവിടെ നിന്നൊരു ആത്മീയ മാസിക ഇറങ്ങണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഒരു പൈസ തന്നിട്ട്, ഇത് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞ് ഒരു പൈസ തന്നു. അങ്ങനെ ഞാൻ 2 വർഷം ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം തുടങ്ങിയതാണ് ദൈവമഹത്വത്തിന് സ്നേഹത്താഴ്വര എന്ന ഒരു ആത്മീയ മാസിക. ഇന്ന് 30,000 സർക്കുലേഷൻ കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിൽ പോലും കുറേ പേര് ഇത് വായിക്കാനിട വന്നിട്ടുണ്ട്. അങ്ങനെ സ്നേഹത്താഴ്വര മാസികയുമായി കടന്നു ചെല്ലുന്ന ദേവാലയങ്ങളിലെ വൈദികരും, അല്ലെങ്കിൽ ഇന്ന ഇടവകയെന്നില്ല, എല്ലാ ഇടവകയിലെ വികാരിയച്ചന്മാരും ഒക്കെ സ്നേഹത്താഴ്വരയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നേഹമന്ദിരം എന്ന അനാഥാലയത്തിൽ നിന്ന് ഇറങ്ങുന്നത് കൊണ്ടാണ് അവർ അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. കർത്താവ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയിരിക്കുന്ന ചിലർക്ക് അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വളരെ നല്ല ഓർമ്മകൾ, ചിലപ്പോൾ സന്തോഷം തോന്നുന്ന, പ്രത്യാശ തോന്നുന്ന ചില ഓർമ്മകളുണ്ട്, ചില വ്യക്തികളായിരിക്കാം. അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തികളുടെ സംഭവങ്ങൾ പറയാനുണ്ടോ? ഞാൻ ഓർക്കുന്നത് അനേകർക്ക് കിട്ടാത്തൊരു സൗഭാഗ്യം തന്നെയാണ്. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, എല്ലാവരും പറയും രാജു അത് ചെയ്തു, ഇത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി സേവനം ചെയ്തു. അല്ല, ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഒരു മാനസരോഗി നിഷ്കളങ്കനാണ്. ആ മാനസരോഗി, അവനെപ്പം ദൈവം വിളിക്കുന്ന അവൻ സ്വർഗത്തിൽ പോകും. ഞാൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇങ്ങനെയുള്ളവരെ സ്നേഹിക്കുക. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ സുവിശേഷം പ്രസംഗിക്കുക എൻ്റെ കടമയാണ്, ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന് പറഞ്ഞതുപോലെ എന്നെ ദൈവം ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം ഞാൻ സന്തോഷത്തോടു കൂടി ദൈവം ആഗ്രഹിക്കുന്ന പോലെ ചെയ്തില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതിന് ഞാൻ ഉദ്ദേശിച്ചത്, ഇതിൽ തന്നെ ചില വ്യക്തികളിലോ ചില സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടല്ലോ. കർത്താവിന് നന്ദി പറയുവാനും ചിലപ്പോൾ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ചില വ്യക്തികളിവിടെ വന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള 1-2 പേരെ ഒന്ന് പരിചയപ്പെടുത്താമോ? അത് അങ്ങനെ ഞാൻ ഓർക്കുന്നത്, ഒരിക്കലൊരു സണ്ണി എന്ന് പറഞ്ഞൊരു നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം ഇവിടെ വന്നു, സ്നേഹമന്ദിരത്തിൻ്റെ തണലിൽ വന്ന് താമസിക്കാതെ വന്നു. അത് എന്നെ ചോദിച്ചാലും പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് സണ്ണിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ അദ്ദേഹം മരിക്കാറായപ്പോൾ, അദ്ദേഹത്തിന് ക്യാൻസർ രോഗമായിരുന്നു. അദ്ദേഹം മരിക്കാറായപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയുടെ ആ നന്മ കണ്ടിട്ട് എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാറ്റിലും ഉപരി ഈ എറണാകുളത്ത് നിന്നൊരു ജോസി എന്ന് പറയുന്ന ഒരാൾ, പുള്ളിക്ക് ഈ മാനസിക വിഭ്രാന്തി ഉള്ളതുകൊണ്ട് അദ്ദേഹം വരുന്നവരോടൊക്കെ പറയും, ഞാൻ അടുത്ത മാർപ്പാപ്പയാകാൻ പോകുന്നയാളാണെന്ന്. ഇവിടെ കർദിനാൾ തിരുമേനി വന്നപ്പം പോലും പിതാവിനോട് പോലും ഈ ജോസി പറഞ്ഞത് ഞാൻ മാർപ്പാപ്പയാകുമെന്ന്. പക്ഷേ ആ ജോസിയുടെ പ്രാർത്ഥനയും, ആ ജോസി, എൻ്റെ വിശ്വാസം ജോസി സ്വർഗത്തിലിരുന്നു കൊണ്ട് ഈ സ്നേഹമന്ദിരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ജോസിയുണ്ട്, അതുപോലെ കണ്ണനുണ്ട്, അതുപോലെ പല വ്യക്തികളും. കാരണം അതുങ്ങളുടെയൊക്കെ നിരന്തരമായ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉയരുന്നുകൊണ്ടാണ് ഈ സ്നേഹമന്ദിരം ഇത്ര മനോഹരമായി മുന്നോട്ട് പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഈ കുടുംബാംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി അവരെങ്ങനെയാണ് എൻ്റെ ശുശ്രൂഷകൾ സഹായകമാകുന്നതെന്ന് പറയാമോ? ഇത് എൻ്റെ ഭാര്യ ഷൈനി, ഇളയ മോൾ നിവ്യ, നിവ്യയുടെ ഒരു മോളാണ് സേറാമോൾ. വേറെ മക്കൾ ആരുമില്ലേ? ഉണ്ട്, വേറെ 3 മക്കള്, വേറെ 2 മക്കളൂടിയുണ്ട്. മൂത്ത മകൻ നിബിൻ, രണ്ടാമത്തെ മോള് നീതു. നിബിൻ ഇപ്പോൾ ന്യൂസിലൻഡിലാണ്. അതുപോലെ നീതു ജർമ്മനിയിലും നേഴ്സാണ്. അവർക്ക് മക്കളുണ്ട്. നീതുവിന് 4 കുഞ്ഞുങ്ങളാണ്. നിബിന് 2 മക്കൾ, നിബിക്ക് ഒരാളേ ഉള്ളൂ. അപ്പൊ ഇവര് എപ്രകാരം നമ്മുടെ ശുശ്രൂഷകൾ സഹായകമാകുന്നു എന്നൊന്ന് പറയാമോ? വളരെ എന്നെ കഴിഞ്ഞും വളരെ സപ്പോർട്ടായിട്ടാണ് ഷൈനി കൂടെ നിന്നത്. മക്കളാണെങ്കിലും അതിലേറെ, മോനാണെങ്കിലും ഒരുപാട് സപ്പോർട്ടായിട്ട് നിന്നു. അതുപോലെ ഇളയ മോളാണെങ്കിൽ അവൾ സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോകാനുണ്ടായിരുന്നു. അവളുടെ നേതൃത്വത്തിലാണ് പടമുഖത്തും മുരിക്കാശ്ശേരിയിലും ഒക്കെ കുഞ്ഞുങ്ങളെ പഠിക്കാനൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എപ്രകാരമായിരുന്നു ഈ ഭർത്താവിന്റെ ശുശ്രൂഷയിൽ എനിക്ക് സഹായിക്കാൻ സാധിച്ചതും ഇതുപോലെ ഇത്ര സ്പീഡാകാൻ കാരണം എങ്ങനെയാ? ഭാര്യ എന്ത് പറയുന്നത് ഷൈനി? തീർച്ചയായിട്ടും ചേട്ടൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ ആദ്യകാലങ്ങളിൽ എനിക്ക് ഇതിനെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു പ്രസ്ഥാനത്തെക്കുറിച്ചോ ഇങ്ങനെ പാവങ്ങളെ നോക്കുന്ന മാനസിക വൈകല്യമുള്ളവരെ നോക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും അറിയുന്നതും. അതുകൊണ്ട് അതെങ്ങനെയാകും, എങ്ങനെ ആയിത്തീരുമെന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും, അതുതന്നെയല്ല നോർമലായിട്ടുള്ള ആളുകളല്ലാത്തത് കൊണ്ട് എനിക്കതിനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിന്നപ്പോൾ ജീവിത പങ്കാളിയുടെ ഒരു പൂർണ്ണ സപ്പോർട്ടോടുകൂടിയാണ് ഞാൻ പിന്നെ എല്ലാ കാര്യങ്ങളിലും ചെയ്യാൻ തുടങ്ങിയപ്പം ദൈവിക പദ്ധതിയെ ഉൾക്കൊണ്ട് അതിലൊത്തിരി സന്തോഷം ഞാൻ കണ്ടെത്തിയിരുന്നു. മക്കളാണെങ്കിലും എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. ഞങ്ങൾ പൂർണ്ണമായിട്ടും ഇതിനെ ചേർന്ന് നിൽക്കുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. മോളുടെ ജീവിതം എങ്ങനെയാണ് ഇതിലൂടെ വളർന്നതെന്ന് പറയാമോ? ഞാൻ ഈ പപ്പയുടെയും അമ്മയുടെയും മകളെന്ന നിലയിൽ ഒരുപാട് അഭിമാനം കൊള്ളുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ സഹോദരങ്ങളും. സ്നേഹമന്ദിരം തുടങ്ങി ഞാനുണ്ടായി കുറച്ച് നാളുകൾക്ക് ശേഷം, അതായത് ഞാനും സ്നേഹമന്ദിരവും തമ്മിൽ ഒരേ വയസ്സാന്ന് പറയാം. ഞാനുണ്ടായതിനു ശേഷമാണ് സ്നേഹമന്ദിരം ഉണ്ടാവുന്നത്. ഞങ്ങൾ ഒന്നിച്ചാണ് വളർന്നു വന്നതെന്ന് പറയാം. എനിക്കിന്ന് ഞാൻ ഈ 30 വയസ്സാകുന്നെങ്കിലും ആ 30 വർഷക്കാലം ഞാൻ വളർന്നത് സ്നേഹമന്ദിരം എന്ന് പറയുന്ന കുടുംബത്തിലാണ്. അവിടെയുള്ളവരെല്ലാവരും എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും എൻ്റെ അനുജന്മാരും എൻ്റെ അനുജത്തികളുമാണ്. ആ നിലയ്ക്കാണ് ഞാൻ ഇന്നോളം കണ്ടിട്ടുള്ളത്. ഓരോ നിമിഷവും ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും സ്നേഹമന്ദിരത്തിൽ വന്നെത്തുമ്പോഴാണ് സ്വന്തം കുടുംബത്തിൽ വന്നെത്തിയ ആ സ്നേഹവും സന്തോഷവും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറിയാലും ഏറ്റവും കൂടുതൽ അവരെ കാണണം, അവരോടൊപ്പത്തായിരിക്കണം എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു നിമിഷം. ഞാൻ മാത്രമല്ല, എൻ്റെ സഹോദരനും ഇതുപോലെ തന്നെ ആളുടെ യൗവനകാലം മുതൽ സ്നേഹമന്ദിരത്തിൽ പപ്പയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ആളെ എനിക്ക് തോന്നുന്നു എന്നേക്കാൾ ഉപരിയായിട്ട് കൂടുതൽ വർഷക്കാലം സ്നേഹമന്ദിരത്തിൽ തന്നാൽ കഴിയുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ് ചേട്ടൻ. നിബിൻ ചേട്ടായി അവിടെ ആദ്യം തുടക്കം എനിക്ക് ഇൻസ്പിറേഷൻ ആവുന്നതും ചേട്ടായിയുടെ പ്രവർത്തനങ്ങളാണ്. ചേട്ടായി അവിടെ ചെന്നു, പപ്പായോടൊപ്പം ചെന്ന് പ്രവർത്തനങ്ങൾ തുടങ്ങി. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മകനായി അവരെ എല്ലാവരെയും കൂട്ടുകാരനായി മുന്നോട്ട് പോകുന്നതാണ് എന്നെ കൂടുതൽ ഇൻസ്പിറേഷൻ നൽകിയത്. അതിനുശേഷം ഞാൻ അവിടുത്തെ കുട്ടികളോടൊപ്പമാണ് വളർന്നത്, പഠിച്ചതല്ല. ഞങ്ങൾ ഒന്നിച്ചാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതും തിരിച്ചു വന്നുകൊണ്ടിരുന്നതും എല്ലാം ഞങ്ങൾ ഒന്നിച്ചാണ്. ഒരു സ്കൂളിലാണ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ ഈ ഒരു സ്നേഹമന്ദിരത്തിലെ ആളുകൾക്ക് വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള രീതിയിലാണ് ഞാൻ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് പഠിച്ചതും. അതിനുശേഷം 6 വർഷക്കാലം എന്നാൽ കഴിയുന്ന രീതിയിൽ ആ സോഷ്യൽ വർക്കിന്റെ അടിസ്ഥാനത്തിൽ എനിക്കിവിടെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തു. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ അവരുടെ മകളായിരുന്നു, അവരുടെ എല്ലാവരുടെയും സഹോദരിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കൂടുതലായിട്ട് സാമൂഹ്യ പ്രവർത്തനം ഇവിടെ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. അതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. ഇന്നിപ്പം ഞാൻ ജോലി ചെയ്യുന്ന മേഖലയും മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇവിടുന്ന് കിട്ടിയ എൻ്റെ കുഞ്ഞുനാള് തൊട്ട് ഞാൻ കണ്ടതും ഞാൻ പഠിച്ചതും അനുഭവിച്ചതുമാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് എൻ്റെ പ്രവർത്തന മേഖലയിൽ നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് എന്നെ സഹായിച്ചത്.
അതിൽ വളരെയധികം സന്തോഷവതിയാണ് ഞാൻ ഇന്നും. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള പപ്പയോടും അമ്മയോടാണ്. ഇങ്ങനെ ഒരു ജീവിതം ഞങ്ങൾക്ക് തന്നതിന്, ഇങ്ങനെ ഒരു സഹോദരങ്ങളുടെ കൂടെ, ഇങ്ങനെ ഒരു കുടുംബത്തിൻ്റെ കൂടെ വളർന്നു വരുവാനായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും, എൻ്റെ സഹോദരങ്ങൾക്കും. ഇപ്പം ഞാൻ ഇവളെ എപ്പോഴും കൊണ്ടുവന്ന് അവിടെ ചെന്ന് അവരെ എല്ലാവരെയും കാണിക്കും, അവർക്ക് മിഠായി കൊടുപ്പിക്കും, അവരുടെ കൂടെ കളിക്കാൻ വിടും. അവളും ആ ഒരു സാഹചര്യത്തെ അവരെ അറിഞ്ഞ് അവരിലൂടെ തന്നെ വളരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ കഴിയുന്ന സാഹചര്യങ്ങളിലൊക്കെ അതിനുള്ള അവസരം ഞാൻ ഒരുക്കി കൊടുക്കും. ഏതായാലും ഒരു കുടുംബം ഒന്നിച്ച് ഇത്തരം പ്രേക്ഷിത പ്രവർത്തനങ്ങളിലായിരിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. എന്ന് മാത്രമല്ല, ഗുഡ്നസ് പ്രേക്ഷകരെ ഇത് വളരെ അഭിനന്ദിക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് അത് ഒരു അനുഭവമായി തീരാനും കാരണമുണ്ട്. കാരണം ഒരു കുടുംബസമേതം ഒരേ ശുശ്രൂഷയിലാകുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് കേരളത്തിലെ. നിങ്ങൾ ഒരുമിച്ച് വന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഞങ്ങളോട് സഹകരിച്ചതിന് ഈശോ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ട ഗുഡ്നസ് പ്രേക്ഷകരെ, ഇത്രയും സമയം നാം ഹൈറേഞ്ചിലെ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുടെ ഒരു ഗ്രാമപ്രദേശമായ പടമുഖം എന്ന സ്ഥലത്ത് 300-ലേറെ അന്തേവാസികൾക്ക് തുണയായും അതിനേക്കാളുപരിയായി മാതാപിതാക്കളുടെ സ്നേഹം കൊടുത്തും സഹോദരങ്ങളുടെ സ്നേഹം കൊടുത്തും ഒരു കുടുംബസമേതം ശുശ്രൂഷിക്കുന്നത് നമ്മൾ കണ്ടു. അവിടെയുള്ള ആൾക്കാർ ഇവരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലാത്തവണ്ണം ഒരേ സ്നേഹത്തിലും ഒരേ കൂട്ടായ്മയിലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുടുംബം. ഈ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും കർത്താവ് എല്ലാവരിലും തന്നെ ചില കൃപാവരങ്ങൾ നിറച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു ജീവിതം കാണുമ്പോഴാണ് അവർക്ക് അങ്ങനെ ആകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഇങ്ങനെ ആയിക്കൂടാ എന്നൊരു ചിന്ത നിങ്ങൾ ഉളവാക്കാൻ ഈ എപ്പിസോഡ് സഹായകമാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ മറ്റൊരു വ്യക്തിയെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിൽ കണ്ടുവെട്ടോളം എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.